ഹായ് മക്കളെ, എല്ലാരും സുഖായിരിക്കുന്ന? എന്തെല്ലുണ്ട് വിശേഷം? ആഹാ, എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലേ? അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തൊക്കെയോ കുറെ പഠിച്ചിനും ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലേ? എന്തായിരുന്നു? എല്ലാരും ഓർമ്മയുണ്ടാ? മറന്നുപോയാ? ഇല്ല അല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് പൂമ്പാറ്റിനുണ്ടാക്കിയില്ലേ? എന്റെ മക്കള്, നിങ്ങളെല്ലാരും മിർത്ത് പോയിട്ട് അച്ഛനോടും അമ്മയോടും ഇവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിനാ? ഉണ്ടാക്കി കാണിച്ചു കൊടുത്താ? കാണിച്ചു കൊടുത്തല്ലേ? നല്ല മക്കള് കേട്ടോ. പിന്നെയോ, പിന്നെന്ത് ചെയ്തത്? പാട്ട് പാടിയില്ലേ? ആരെ പറ്റി നമ്മള് പാട്ട് പാടിയത്? പൂമ്പാറ്റിനെ പറ്റിയാണല്ലേ പാട്ട് പാടിയത്. നിങ്ങളെ ചങ്ങായിമാർക്കെല്ലാം പാടിക്കൊടുത്തിനാ? പാടിക്കൊടുത്തിട്ടില്ലേ? ആഹാ, നല്ല കുട്ടികൾ കേട്ടാ. പിന്നെയോ, പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം ടീച്ചറെ പറഞ്ഞ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തേ അത്? ഓർമ്മയില്ലേ? എന്തേ? ഒരു ചെടി നടും പറഞ്ഞല്ലേ? നിങ്ങളെ മിർത്തോടെ ഏറെ ചെടി നടും പറഞ്ഞല്ലേ? പറഞ്ഞിട്ടില്ലേ? മക്കളെ, നിങ്ങളെല്ലാരും മിർത്ത് ചെടി നട്ടിനാ? നട്ടിട്ടുണ്ടല്ലേ? എന്തെല്ലാം ചെടിയാ നട്ടത്? ഒന്ന് പറഞ്ഞേ. റോസയോ? പിന്നെയോ? മുല്ലയോ? പിന്നെ ചെമ്പരത്തിയോ? ആഹാ, പിന്നെയോ? ചെണ്ടുമല്ലികയോ? അപ്പൊ എല്ലാരും നട്ടിട്ടുണ്ടല്ലേ ചെടി ഇല്ലേ? നല്ല കുട്ടികള്. അപ്പോഴേ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചറെ? ഈ ദിവസങ്ങളിലെ നിങ്ങൾ എന്താ ചെയ്തത്? കളിച്ചുന്നോ? കളിച്ചു അല്ലേ? ആരുടെ കൂടെ അല്ല കളിച്ചത്? ആരുടെ കൂടെ? ചേച്ചിന്റെ കൂടെയോ? പിന്നെയോ അച്ഛനെ കൂടെയോ? അമ്മേന്റെ കൂടെ എല്ലാം കളിച്ചില്ലേ? മക്കളെ, ഈ അവധിക്കാലം സന്തോഷത്തോടെ ചെലവഴിച്ച ഒരു കൂട്ടുകാരനെ കാണിച്ചു തരാട്ടെ. കാണിച്ചു തരട്ടെ? എല്ലാരും നോക്കിക്കേ. കണ്ടില്ലേ? നല്ല സുന്ദരിയല്ലേ? നിങ്ങളെ പോലെ തന്നെ കണ്ടില്ലേ? നല്ല സുന്ദരി കുട്ടിയാണല്ലേ? അപ്പോഴേ നമ്മുടെ ഈ കുട്ടിയുടെ പേര് എന്താന്ന് അറിയണ്ടേ? ഇവളുടെ പേരാണ് മീനു. എന്തോയേ? മീനു എന്നാണ് നമ്മുടെ ഈ കൂട്ടുകാരനുടെ പേര്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ മീനുട്ടിയെ അവധിക്കാലം എങ്ങനെയാ ചെലവഴിച്ചതെന്ന് ടീച്ചറ് പാട്ടിലൂടെ പറഞ്ഞുതരാം. റെഡിയല്ലേ? ഓക്കെ. അവധിക്കാലം ഉത്സവകാലം തുള്ളിച്ചാടി നടന്നല്ലോ, ചേച്ചിയോടൊത്ത് അനിയനോടൊത്ത് തുള്ളിച്ചാടി നടന്നല്ലോ. അവധിക്കാലം ഉത്സവകാലം തുള്ളിച്ചാടി നടന്നല്ലോ, ചേച്ചിയോടൊത്ത് അനിയനോടൊത്ത് തുള്ളിച്ചാടി നടന്നല്ലോ. അമ്മയ്ക്കൊപ്പം അച്ഛനുമൊപ്പം കഥകൾ കേട്ടു രസിച്ചല്ലോ, അമ്മയ്ക്കൊപ്പം അച്ഛനുമൊപ്പം കഥകൾ കേട്ടു രസിച്ചല്ലോ. അടയും വടയും ചക്കച്ചുളയും വയറു നിറച്ചു കഴിച്ചല്ലോ, അടയും വടയും ചക്കച്ചുളയും വയറു നിറച്ചു കഴിച്ചല്ലോ. മക്കളെ, പാട്ടെല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ മീനൂട്ടിയെ എങ്ങനെയാണ് അവധിക്കാലം ചെലവഴിച്ചതെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായില്ലേ? അപ്പോഴേ നമ്മുടെ മീനൂട്ടിയെ ആരുടെ കൂടെയാ കളിച്ചത്? ആരുടെ കൂടെയാ കളിച്ചത്? ചേച്ചിയുടെ കൂടെയും അനീനയുടെ കൂടെയും എല്ലാം കളിച്ചിനല്ലേ? പിന്നെയോ അമ്മേന്റെ കൂടെയും അച്ഛന്റെ കൂടെയും എല്ലാം ഇരുന്ന് കഥകളെല്ലാം കേട്ടല്ലേ നമ്മുടെ മീനൂട്ടി? പിന്നെയോ എന്തോ തിന്ന കാര്യം പറഞ്ഞില്ലേ? എന്താ അത്? അടയും വടയും ചക്കച്ചുളയും എല്ലാം തിന്നില്ലേ? എന്തെല്ലാം മക്കളെ തിന്നത്? അടയും വടയും ചക്കച്ചുള എല്ലാമാണ് നമ്മുടെ മീനൂട്ടി തിന്നത് അല്ലേ? നിങ്ങളെല്ലാരും ഈ ചക്കച്ചുള കഴിച്ചിനാ? നല്ല രസല്ലേ? അല്ലേ? അപ്പോഴേ നമ്മുടെ മീനൂട്ടി എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചതെന്നൊക്കെ നമ്മൾ പാട്ടിലൂടെ കണ്ടില്ലേ? അപ്പം നമ്മുടെ ഒരു കാര്യം കൂടി ഇല്ലേ?
നമ്മുടെ മീനൂട്ടിന് മിരുത്തെ ആരെല്ലാം ഉള്ളതെന്ന് അറിയണ്ടേ? എത്ര ആൾക്കാരാ ഉള്ളതെന്ന് അറിയണ്ടേ? കണ്ടേ, നമുക്കേ മീനിന്റെ വീട് കാണാം. കണ്ടു നോക്കാല്ലേ? കണ്ടോ? മീനിന്റെ വീട് കണ്ടോ? വീട്ടില് ആരെല്ലാം ഉള്ളതെന്ന് കാണണ്ടേ? ആ നോക്കിക്കേ, നമ്മുടെ മീനുനെ നമ്മൾ കണ്ടതല്ലേ? നോക്കിക്കേ നമ്മുടെ മീനൂട്ടി അല്ലേ? നമ്മുടെ മീൻ എന്താ ചെയ്യുന്നത്? ബുക്ക് വായിക്കുന്നല്ലേ? ബുക്ക് വായിക്കല്ലേ മീനൂട്ടി? മീനൂട്ടിന്റെ അടുത്താറുള്ളത്? അടുത്താറ് നിൽക്കുന്നത് അമ്മയാണല്ലേ? അപ്പൊ അമ്മേനെ അടുത്താറ് നോക്കിക്കേ, ആരാ ഉള്ളത്? ചാച്ചമ്മയാണോ? അല്ല അല്ലേ, പിന്നെയോ? തടിയച്ഛനാണല്ലേ? മോനെ എങ്ങനെയുള്ളതാ നോക്കിക്കേ തടിയച്ഛൻ. നല്ല മോണ കാട്ടി ചിരിക്കുന്നൊരു തടിയച്ഛനാണല്ലേ? ഈ തടിയച്ഛന്റെ കയ്യില് ആരോ ഉണ്ടല്ലോ. അനിയനുണ്ട് അല്ലേ? തടിയച്ഛന്റെ കയ്യില് അനിയനെല്ലാം ഉണ്ടല്ലേ? ഓന്റെ അടുത്ത് വേറെ ആരാ ഉള്ളത്? ചാച്ചമ്മയാണല്ലേ? ചാച്ചമ്മ ഉണ്ടല്ലേ? പിന്നെയോ? പിന്നെ ആരാ ഉള്ളത് അടുത്ത് നോക്കിക്കേ? മീനൂട്ടിനടെ അച്ഛനുണ്ട് അല്ലേ? ആര്? അച്ഛനുണ്ട് അല്ലേ? പിന്നെയോ? പിന്നെ ആരാ ഉള്ളത്? മീനൂട്ടിനടെ ചേച്ചി ഉണ്ട് അല്ലേ? ചേച്ചി ഇല്ലേ? കണ്ടില്ല എല്ലാരും? ചേച്ചിനെ കണ്ടല്ലേ? ചേച്ചിനെ പരിചയപ്പെടണ്ട നമുക്ക്. ചേച്ചിന്റെ പേരാണ് അമ്മു. നമ്മുടെ മീനൂട്ടിന് മിരുത്തെ ആരെല്ലാം ഉള്ളത്? ആരെല്ലാം ഉള്ളേ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെയോ? ചാച്ചമ്മയുണ്ട്, ഒരു തടിയച്ഛനുണ്ട്, അനിയനുണ്ട്, പിന്നെ ആര്? ചേച്ചിയുണ്ട് അല്ലേ? നമ്മുടെ മീനുവിന്റെ ചേച്ചി എന്തായാണ് ചെയ്യുന്നത്? പൂച്ചേനെ കളിപ്പിക്കുകയാണല്ലേ? നമുക്ക് മീനൂട്ടിന്റെ ചേച്ചിനെ പരിചയപ്പെടണ്ടേ? മീനൂട്ടിനടെ ചേച്ചിന്റെ പേരാണ് അമ്മു. എന്താ? അമ്മു അല്ലേ? നമ്മുടെ അമ്മു എന്താ ചെയ്യുന്നത്? പൂച്ചേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അമ്മു പൂച്ചേനൊന്ന് തൊട്ടു നോക്കി. പൂച്ചേനോട് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മു. നമ്മുടെ അമ്മുവേ പൂച്ചേനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കതൊന്ന് പാട്ടായിട്ട് പാടി നോക്കിയാലോ? അല്ലേ? എല്ലാരും ചെടോർത്ത് കേട്ട് കുത്തിക്കണേ. പാടാം. വാവാ പൂച്ചേ വാവാ വാ, പാട്ടു പാടാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, പാട്ടു പാടാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, കൂടെ കളിക്കാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, കൂടെ കളിക്കാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, മീനു തിന്നാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, മീനു തിന്നാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, പാല് കുടിക്കാൻ വാവാ വാ. വാവാ പൂച്ചേ വാവാ വാ, പാല് കുടിക്കാൻ വാവാ വാ. അപ്പൊ ടീച്ചർ പാടിയ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ? നല്ല മക്കളെ കേട്ടോ. മക്കളെ, അപ്പോഴേ ഇത് നിങ്ങള് ഈ പാട്ട് നിർത്തുപോയിട്ട് എല്ലാവർക്കും പാടിക്കൊടുക്കണം. എങ്ങനെയാ പാടിക്കൊടുക്കേണ്ടത്? വലിയ ചോദ്യോത്തരായിട്ട് പാടിക്കൊടുക്കണം കേട്ടെ. അപ്പോഴേ നമ്മുടെ മീനൂട്ടിന്റെ ചേച്ചി എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? പൂച്ചനെ കളിപ്പിക്കായിരുന്നു അല്ലേ? നമ്മുടെ മീനൂട്ടിന്റെ ചേച്ചിന്റെ പേരെന്തായേ? എന്തേ പേര്? അമ്മു അല്ലേ? എന്തേ മക്കളെ? അമ്മു. എല്ലാരും ഉറക്കെ പറഞ്ഞേ, അമ്മു അല്ലേ? നമ്മുടെ മീനൂട്ടിനടുത്ത് ഒരാളും കൂടി നിൽക്കുന്നുണ്ടല്ലേ? ആരാണത്? ആരത്? മീനൂട്ടിയുടെ അച്ഛനാണല്ലേ? നോക്കിക്കേ, മീനൂട്ടിന്റെ അച്ഛനെ എന്തേ ചെയ്യുന്നത്? എന്തേ ചെയ്യുന്നത്? ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നല്ലേ? ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? മക്കളെ, നിങ്ങൾ മിരുത്തുള്ള ചെടികൾക്കെല്ലാം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ? കൊടുക്കാറുണ്ടല്ലേ? നല്ല മക്കളെ കേട്ടോ. മീനൂട്ടി, മീനൂട്ടി മക്കളെ, ആരാണത് വിളിക്കുന്നത്? ആരായിരിക്കും? മീനൂട്ടിനടെ അമ്മയാണല്ലേ? മീനൂട്ടി, അപ്പുറത്ത് മാവില് മാവിന്റെ ചോട്ടില് മാങ്ങ വീണിട്ടുണ്ട്. ഇന്നലെ കാറ്റത്ത് മാങ്ങ വീണിട്ടുണ്ടാവും. നീ ഒന്ന് പോയി പെറുക്കി കൊണ്ടുപോവാ. നമ്മുടെ
മീനൂട്ടി കേക്കണ്ട താമസം ആ മാവിന് ചോട്ടിലേക്ക് പാഞ്ഞു പോയി. പാഞ്ഞു പോയി നോക്കുമ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ കൊര്യ മാങ്ങയെല്ലാം വീണ് കിടക്കുന്നുണ്ട്. മീനൂട്ടി എന്താക്കി മാങ്ങയെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി അല്ലേ. അങ്ങനെ പെറുക്കിയിട്ട് നമ്മുടെ മീനൂട്ടിയെ ഈ മാവിന് മുകളിലേക്കൊന്ന് നോക്കി. മാവിന് മുകളിലേക്കൊന്ന് നോക്കി. മാവിന് മുകളിൽ നോക്കിയപ്പോഴേ ഒരു ആളെ കണ്ട്. ആരാന്ന് പറയട്ടെ? ആരായിരിക്കുന്നറിയോ? അതാണ് അണ്ണക്കൊട്ടൻ. ആരാണ്? അണ്ണക്കൊട്ടൻ. മക്കളെ, നിങ്ങളെല്ലാം അണ്ണക്കൊട്ടനെ കണ്ടിട്ടില്ലേ? കണ്ടിനല്ലേ? അപ്പൊ നമ്മുടെ അണ്ണക്കൊട്ടനെ എന്തിനായിരിക്കും വന്നത്? മാവിന് മുകളിൽ എന്തിനായിരിക്കും അവിടെ വന്ന് കുത്തിക്കുന്നത് അറിയോ? നല്ല പഴുത്ത മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം കണ്ടിട്ടല്ലേ? അത് തിന്നാൻ വേണ്ടിയാണ് നമ്മുടെ അണ്ണക്കൊട്ടൻ അതിന്റെ മുകളിൽ കുത്തിക്കുന്നത്. നമ്മുടെ അണ്ണക്കൊട്ടനില്ലേ മാവിന് മുകളിൽ ഒരു പഴുത്ത നല്ല മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം കണ്ടപ്പോ നമ്മുടെ അണ്ണക്കൊട്ടൻ ഒറ്റ ചാട്ടം ചാടി. മക്കളെ, എങ്ങനെയായിരിക്കും ചാടിയിട്ടുണ്ടാവുക? ഒറ്റ ചാട്ടം ചാടി. എങ്ങനെ? ഒറ്റ ചാട്ടം ചാടി. എല്ലാരും ഒന്ന് കാണിച്ചേ. എങ്ങനെയാ? അതാ ഇങ്ങനെ ഒറ്റ ചാട്ടം ചാടിയില്ലേ? അപ്പൊ നമ്മുടെ അണ്ണക്കൊട്ടൻ ചാടിയപ്പോ നമ്മുടെ മാമ്പഴേ നിലത്തേക്ക് വീണ്. നമ്മുടെ അണ്ണക്കൊട്ടനെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ മീനൂട്ടിയെ മക്കളെ, മീനൂട്ടിക്ക് അപ്പോഴേ സന്തോഷാണോ സങ്കടാണോ ഉണ്ടായിട്ടുണ്ടാവുക? എന്തായിരിക്കും? സന്തോഷായിട്ടുണ്ടാവുമോ മീനൂട്ടിക്ക്? അല്ല അല്ലേ, മീനൂട്ടിക്ക് സങ്കടം വന്ന്. എന്തിനാന്നറിയോ? എനിക്ക് കൊര മാമ്പഴം കിട്ടിയില്ലേ, പാവം അണ്ണക്കൊട്ടന് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലേ. അതുകൊണ്ട് മീനൂട്ടിക്ക് സങ്കടം വന്നു. മക്കളെ, നമ്മുടെ മീനൂട്ടിയെ മാമ്പഴം പെറുക്കാൻ തുടങ്ങി. മാമ്പഴം ഓരോന്നായിട്ട് പെറുക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീനൂട്ടിക്ക് എത്ര മാമ്പഴം കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. നോക്കിക്കേ. 1 2 3 4 5 അല്ലേ? 5 മാമ്പഴാണ് നമ്മുടെ മീനൂട്ടിക്ക് കിട്ടിയത് അല്ലേ? അതിലെ നമ്മുടെ മീനൂട്ടിയെ അതില് 1 മാമ്പഴം നമ്മുടെ അണ്ണക്കൊട്ടന് കൊടുത്ത്. അപ്പോൾ അണ്ണക്കൊട്ടന് നല്ല സന്തോഷമായി. അണ്ണക്കൊട്ടൻ തുള്ളി 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 പോയി. അപ്പോഴേ നമ്മുടെ മീനൂട്ടിന്റെ കയ്യില് ബാക്കി എത്ര മാമ്പഴം ഉണ്ടാവുക? ഒന്ന് നോക്കണ്ടേ? നോക്കാല്ലേ? 1 2 3 4 എത്രയാണ് മക്കളെ? 4 മാമ്പഴാണല്ലേ ഇപ്പൊ മീനൂട്ടിന്റെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മുടെ മീനൂട്ടി ഈ 4 മാമ്പഴമായിട്ട് നിലത്തേക്ക് പോയി. പോയിട്ട് എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ മീനൂട്ടി ഈ 4 മാമ്പഴത്തിൽ നിന്ന് 1 മാമ്പഴം ചേച്ചിക്കും കൊടുത്ത് 1 മാമ്പഴം അനിയനും കൊടുത്ത്. മക്കളെ, അപ്പോഴേ ഇനി നമ്മുടെ മീനൂട്ടിന്റെ കയ്യില് ബാക്കി എത്ര മാമ്പഴം ഉള്ളത്? എത്രയാ? 2 മാമ്പഴം അല്ലേ? 2 മാമ്പഴം ഉണ്ട് അല്ലേ? നമ്മുടെ മീനൂട്ടി ഈ 2 മാമ്പഴം എടുത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ അമ്മ എന്ത് ചെയ്തു? മീനൂട്ടിന്റെ കയ്യിൽ നിന്ന് മാമ്പഴം എടുത്ത് അമ്മ അതിനെ മുറിച്ച്. അമ്മ അത് മുറിച്ചിട്ട് അതിൽ നിന്നൊരു കഷ്ണം നമ്മുടെ ചാച്ചമ്മയ്ക്ക് കൊടുത്ത്. അപ്പൊ നമ്മുടെ ചാച്ചമ്മയ്ക്ക് നല്ല സന്തോഷായില്ലേ? സന്തോഷായി. അപ്പോൾ നമ്മുടെ ചാച്ചമ്മ എന്ത് ചെയ്തു? ഒരു പാട്ട് മീനൂട്ടിക്ക് പാടിക്കൊടുത്ത്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? ഇല്ലേ? എല്ലാരും ചെടോർത്ത് കേട്ട് കുത്തിക്കണം കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ മിറ്റത്ത് ഞാനൊരു മാവ് നട്ട്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ മിറ്റത്ത് ഞാനൊരു മാവ് നട്ട്. വെള്ളമൊഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം പരന്ന്. വെള്ളമൊഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം പരന്ന്. പാറ്റ വന്ന് കിളികൾ വന്ന് തത്തയും മൈനയും പാറി വന്ന്. പൂമ്പാറ്റ വന്ന് കിളികൾ വന്ന് തത്തയും മൈനയും പാറി വന്ന്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ
പിന്നെയും കൂട്ടായി ആള് വന്ന്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ പിന്നെയും കൂട്ടായിട്ടാള് വന്ന്. മക്കളെ, പാട്ടെല്ലാവർക്കും ഇഷ്ടായില്ലേ? എങ്കിലേ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പാടി നോക്കിയാലോ? പാടി നോക്കാം അല്ലേ? എല്ലാരും എണിച്ചു നിന്നേ. ചമ്പ തീരം വിട്ടുവിട്ട് നിക്കണേട്ടെ. അപ്പൊ തുടങ്ങാം. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ മിറ്റത്ത് ഞാനൊരു മാവ് നട്ട്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ മിറ്റത്ത് ഞാനൊരു മാവ് നട്ട്. വെള്ളമൊഴിച്ച് ചെടി വളർന്ന് മാമ്പൂ വിരിഞ്ഞ് മണം പരന്ന്. വെള്ളമൊഴിച്ച് ചെടി വളർന്ന് മാമ്പൂ വിരിഞ്ഞ് മണം പരന്ന്. അടുത്ത വരി എന്തായിരിക്കും? പാടി നോക്കാം. പാടാല്ലേ? പൂമ്പാറ്റ വന്ന് കിളികൾ വന്ന് തത്തയും മൈനയും പാറി വന്ന്. എങ്ങനെ? പൂമ്പാറ്റ വന്ന് കിളികൾ വന്ന് തത്തയും മൈനയും പാറി വന്ന്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ പിന്നെയും കൂട്ടായിട്ടാള് വന്ന്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ പിന്നെയും കൂട്ടായിട്ടാള് വന്ന്. മക്കളെ, പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാരും കുത്തനെ. അപ്പൊ എല്ലാരും നന്നായിട്ട് പാടി. നല്ല മക്കള് കേട്ടോ. മക്കളെ, നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞല്ലേ? കഥയും പറഞ്ഞ് പിന്നെ മാമ്പഴത്തിനെ പറ്റി പാട്ടെല്ലാം പാടിയില്ലേ? ഇനി നമുക്ക് കുറേ പഴങ്ങൾ അറിയാല്ലേ? ഏതെല്ലാം പഴങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്? എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് ഏതെല്ലാം പഴങ്ങളുടെ പേരറിയാം? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തൊക്കെ പേരറിയാ? എന്ത്? പേരക്കയോ? പിന്നെയോ ചക്കപ്പഴം അല്ലേ? പിന്നെയോ മാങ്ങ അല്ലേ? പിന്നെയോ പിന്നെന്താ? ഞാവൽപ്പഴോ? ഞാവൽപ്പഴം അല്ലേ? വേറെ എന്താ? ആപ്പിളും പിന്നെ മാമ്പഴവും എല്ലാം അറിയാല്ലേ? മക്കളെ, നിങ്ങള് മിരുത്ത് പോയിട്ട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എല്ലാം ചോദിച്ചിട്ട്, ഇനി കുറേ നമ്മൾക്ക് അറിയാത്ത പഴങ്ങളൊക്കെ ഉണ്ടാവും, ഓലോട് ചോദിച്ചിട്ട് പഴങ്ങളുടെ പേരെല്ലാം കണ്ടെത്തി വരണം. വരില്ല എല്ലാവരും? അപ്പോൾ പഴങ്ങളുടെ പേരെല്ലാം അവരോട് ചോദിച്ചിട്ട് വരണം. നിങ്ങളെല്ലാവരും ഇപ്പം മിരുത്തനല്ലേ കുത്തിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാലോ? നമ്മുടെ മാവിലെ വന്ന കിളികളും തുമ്പികളും ഒക്കെ പോലെ അല്ലേ ഇതൊക്കെ വരില്ലേ നിങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ? അപ്പം നമുക്ക് ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാലോ? മക്കളെ, നമുക്ക് നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി പൂന്തോട്ടം ഉണ്ടാക്കാൻ നോക്കാലോ അല്ലേ? അത് നമുക്ക് കണ്ടു നോക്കാം. പഞ്ചമി, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വള്ളൂർക്കാവ് സ്കൂളില് വള്ളൂർക്കാവ് സ്കൂളിലാണ്. എല്ലാ കൂട്ടുകാരും ഇതേപോലെ പൂന്തോട്ടം ഉണ്ടാക്കണേ. മക്കളെ, എല്ലാരും ഇത് കണ്ടോ? പൂന്തോട്ടം ഉണ്ടാക്കിയത് നല്ല പൂന്തോട്ടം അല്ലേ? ഇതുപോലെ നിങ്ങൾ മിരുത്ത് പോയിട്ട് നിങ്ങളും ഇതുപോലത്തെ ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം. പൂന്തോട്ടം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പേരല്ലേ? എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നും ചെന്ന് നോക്കണം അല്ലേ? അപ്പം ഇതെല്ലാം നിങ്ങൾ മിരുത്ത് പോയിട്ട് ചെയ്യണം. അപ്പോഴേ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരത്തേക്ക് അപ്പോഴേ എന്തൊക്കെയാ പറഞ്ഞത് ഇന്നല്ലേ? കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ?
കഥ പറഞ്ഞ് പാട്ട് പാടിയില്ലേ, ഇതൊക്കെ നിങ്ങൾ മിരുത്തുള്ള ചങ്ങായിമാരോടും അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് മാത്രമാണോ? അല്ല അല്ലേ? പിന്നെയോ പൂന്തോട്ടം ഉണ്ടാക്കണം. പൂന്തോട്ടം ഉണ്ടാക്കിയാൽ മാത്രം പേരാ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടോ എപ്പോഴും നിങ്ങൾ അതിനെ നോക്കണം. അപ്പം എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരത്തേക്കും ടാറ്റാ.